നമസ്കാരം, ദിസ് ഇസ് തസ്ലീന. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മുടെ എനർജി എന്ന് പറയുന്നത്, അതായത് ഫിസിക്കൽ എനർജി ആയാലും മെന്റൽ എനർജി ആയാലും നമ്മുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അതേപോലെ വിജയത്തിന്റെയും ഒരു താക്കോലാണെന്ന് പറയാറുണ്ട് അല്ലേ. അതായത് നമ്മൾ എത്ര ഫിസിക്കലി ഫിറ്റ് ആണെങ്കിലും ചില ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എനർജി ഫുള്ളി ഡ്രെയിൻ ചെയ്തു പോവാറുണ്ട്. അതായത് അത് നമ്മുടെ ഫ്രണ്ട് ആവാം, ചിലപ്പോൾ നമ്മുടെ കൊളീഗ് ആവാം, നമ്മുടെ അയൽവാസി ആവാം, ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ആരെങ്കിലും ആവാം. അതായത് ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഫിറ്റ് ആണെങ്കിലും എത്ര ഹാപ്പി ആണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ടുള്ള നിരാശയിലേക്കോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷനിലേക്കോ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന പോലെ തോന്നാറുണ്ട്. സോ ഇങ്ങനെയുള്ള ആളുകൾക്ക് പറയുന്ന പേരാണ് എനർജി ഡ്രെയിനേഴ്സ്. അവര് എല്ലാ കാര്യത്തിന്റെയും പ്രോബ്ലംസ് കണ്ടുപിടിക്കാനാണ് അപ്പോഴും ശ്രമിക്കുക. അതായത് പോസിറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യാൻ ഫുൾ ടൈം നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഒരു വീട്ടിലെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ എവിടെയെങ്കിലും ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞുകൊണ്ട് കുത്തി നോവിക്കാൻ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും ഇത്തരത്തിലുള്ള എനർജി ഡ്രെയിനേഴ്സ്. അതേപോലെ തന്നെ ദേ ആർ ഡ്രെയിൻ മാഗ്നറ്റ്സ്. ഡ്രെയിൻ മാഗ്നറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അവർക്ക് ഒരു വീട്ടിലായാലും അല്ലെങ്കിൽ ഇനിയിപ്പം ഓഫീസിലായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങിന്റെ ഇടയിലാണെങ്കിലും അവർക്കൊരിക്കലും യൂണിറ്റി അവർ താല്പര്യപ്പെടുന്നില്ല. അതായത് ഒരു ഒത്തൊരുമയേക്കാൾ അവർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്ട്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം ഇങ്ങനെ പാര വെച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് ഒരിക്കലും ഒരു സന്തോഷം അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ താല്പര്യമായിട്ടുള്ളത്. പക്ഷെ വേറൊരു പ്രത്യേകതയുണ്ട്, അവർ ഇമോഷണൽ വാമ്പയേഴ്സ് ആണ്. ഇമോഷണൽ വാമ്പയേഴ്സ് ഇൻ ദ സെൻസ് ദേ സീക്ക് റെസ്പെക്ട്, ലവ് ആൻഡ് കെയർ ഫ്രം അതേഴ്സ്. മറ്റുള്ളവർ എന്നെ റെസ്പെക്ട് ചെയ്യണം, മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണം എന്നൊക്കെ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഒരിക്കലും ഈ പറയുന്ന എക്സ്ട്രാ സെക്കൻഡ് പേഴ്സണോട് അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, റെസ്പെക്റ്റോ സ്നേഹമോ ഒന്നും കാണിക്കാറില്ല. അതുപോലെ തന്നെ ദേ ആർ പുവർ ലിസണേഴ്സ്. അവരൊരിക്കലും മറ്റുള്ളവർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള ഒരു മര്യാദ കാണിക്കാറില്ല. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ തോന്നുമ്പോൾ വാക്ക് മാറ്റി പറയും. ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര പേടിയായിരിക്കും. അകത്ത് അവർക്ക് ഭയങ്കര പേടി ഉണ്ടാവും. പക്ഷെ അവർക്ക് പുറത്ത് നമ്മളെ ഫിസിക്കലി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനേക്കാൾ കൂടുതൽ നമ്മളെ മെന്റലി ഹേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട്. നമ്മുടെ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. എന്റെ കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, ഇതിൽ നിങ്ങൾ കയറി ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓൾവേസ് സേ നോ. അതായത് നമുക്ക് കഴിയാത്ത കാര്യങ്ങൾക്ക് നോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മാക്സിമം ട്രൈ ടു ലിമിറ്റ് യുവർ ഇന്ററാക്ഷൻസ് വിത്ത് ദം. ഇങ്ങനെയുള്ള ആളുകളായിട്ട് സംസാരിക്കുന്നതും അവരായിട്ടുള്ള ഫ്രീക്വൻസി ഓഫ് വിസിറ്റ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പോസിറ്റീവ് എനർജി ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ ഇത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സമയത്ത് ഒരു ഗുഡ് ന്യൂസ് ആണ് ചിലപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നതെങ്കിലും അവരെങ്ങനെയാണ് ഇതിന് റിപ്ലൈ തരിക എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. സോ ഈ ഒരു റിപ്ലൈ ആണ് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മളെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ പിന്നെ അവര് തിരിച്ചു പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീലും തന്നെ വരില്ല. അതേപോലെ തന്നെ പിന്നെ പറയാനുള്ളത് സെൽഫ് കെയർ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. സെൽഫ് കെയർ എന്നുള്ളത് എപ്പോഴും നല്ലതാണ്. നെഗറ്റിവിറ്റിയെ ഓടിക്കാൻ ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് സെൽഫ് കെയർ. അതായത് നമ്മൾ സ്ഥിരമായിട്ട് പ്രാർത്ഥന, മെഡിറ്റേഷൻ, അല്ലെങ്കിൽ എക്സസൈസ്, ജിമ്മ്, അതേപോലെ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഹോബീസിലൊക്കെ എന്റർടൈൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കൊന്നും ഇതൊരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ അവരോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഐ ഹാവ് ടു ലീവ് നൗ എന്ന് പറയാനുള്ള ഒരു തന്റെ ഇടം നമ്മൾ കാണിക്കുക. പക്ഷെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തന്റേടിയാവും, അഹങ്കാരിയാവും. സാരില്ല, ഇങ്ങനെ ഒരു പട്ടം, തന്റേടിയുടെ അഹങ്കാരിയുടെ പട്ടം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അതിന് പകരം നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫാണ്. നോട്ട് എവ്രി വൺ ഡിസേർവ് യുവർ ടൈം, അറ്റൻഷൻ ആൻഡ് പീസ്. സോ അത് അർഹിക്കാത്തവരിലേക്ക് നമ്മൾ ആവശ്യമില്ലാതെ റെസ്പെക്റ്റോ നമ്മുടെ സമയമോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ എനർജി ഈസ് എ ഗിഫ്റ്റ്. വി ഹാവ് ടു ചെറിഷ് ഇറ്റ് ആൻഡ് വി ഹാവ് ടു പ്രൊട്ടക്ട് ഇറ്റ്. ആൻഡ് നമ്മൾ ഇത്തരം പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യു ക്യാൻ ഏബിൾ ടു സീ എ പോസിറ്റീവ് സറൗണ്ടിങ്സ് അറൗണ്ട്. യു ക്യാൻ സീ എ മാജിക് ഇൻ യുവർ ലൈഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.